ഇനി അങ്ങോട്ട് കുറെ കാഴ്ചകൾ. നമ്മളിപ്പം അകത്തേക്ക് പോവാണ്. കുറച്ച് കാഴ്ചകളുണ്ടെന്ന് പറഞ്ഞില്ലേ, ഫുള്ള് കാടാണ്. നമുക്ക് പതിയെ സംസാരിക്കാൻ പറ്റും. അറിയാലോ, കാടിന് നിയമം എന്തു, നമ്മൾ കാട്ടിലോട്ട് പോയാൽ നമ്മുടെ ഇടമല്ല. സോ നമ്മൾ പതിയെ സംസാരിക്കാവൂ. കാട്ടിൽ കാര്യങ്ങളെല്ലാം ഉണ്ട്. അവിടെ കുരങ്ങന്മാരൊക്കെ പോകുന്നുണ്ട്. കാടിന്റെ സൗണ്ട് കേൾക്കാം, മറ്റേ ടിവിന്റെ സൗണ്ട് കേൾക്കാമല്ലോ. നമ്മൾ പതിയെ സംസാരിക്കാവൂ ആണോ, കാരണം കാട്ടുപോത്തെല്ലാം ഇവിടെയുള്ള കാട്ടുപോത്ത് കാണുന്ന നമുക്ക് പറയാൻ പറ്റത്തില്ല. അവിടെ എന്തോ കുരങ്ങന്മാരൊക്കെ കണ്ടോ, ഡാമിന്റെ സൈഡാണ്. ഒക്കെ സ്വിമ്മിങ് ചേടാ, ഡാമിന്റെ ആ സൈഡൊക്കെയാണ്. അവിടെല്ലാം നല്ല ആഴമാണ്. കണ്ടില്ല എന്ത് മനോഹരമായ ഒരു, പക്ഷെ ഇവിടെയൊക്കെ റെസ്ട്രിക്റ്റഡ് ആണ്. നിങ്ങൾക്ക് അങ്ങനെ ടൂറിസ്റ്റുകൾക്ക് ഇവിടെ വരാൻ പറ്റത്തില്ല, മനസ്സിലല്ലേ? ആ വ്യൂ ഉണ്ടോ, എന്ത് രസമുള്ള വ്യൂ അത്. നൈസ് വ്യൂ ഉള്ള സ്ഥലമാണ് ഗൈസ്. ആക്ച്വലി നിങ്ങൾ വിചാരിക്കുന്നത് ചെറിയ സ്ഥലമാണ്. ഞാനവിടെ പോയാൽ ചെറിയ പാറയുടെ അത്രേ ഉള്ളൂ. ഞാൻ ഇത്രയായിട്ടേ കാണും എന്നെ. പക്ഷെ കണ്ടില്ലേ, സമാധാനം എന്ന് പറഞ്ഞാൽ ഇവിടൊക്കെയാണ്. ഇവിടൊക്കെ വന്നിപ്പോൾ നമുക്ക് വല്ല വിഷമമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടൊക്കെ വന്ന് ഒറ്റയ്ക്ക് ഇരിക്കുക. പക്ഷെ സൂക്ഷിക്കണം, ഇവിടെ എന്ത് പറഞ്ഞാലും ആരും അറിയത്തില്ല. കാരണം ഇവിടെ ഇങ്ങനെ വാച്ച്മാൻ കാര്യങ്ങളൊന്നും ഇല്ല. സോ ഡേഞ്ചറസ് ആണ്. അതുകൂടാതെ തന്നെ നൈസ് ആയിട്ടുള്ള സ്ഥലമാണ്. കണ്ടോ, ഇപ്പൊ വെള്ളമില്ല, വെള്ളം കുറവാണ്, വെള്ളമെല്ലാം പറ്റി. ഈ മണലിടങ്ങുന്ന അത്രയും വെള്ളം കയറുന്നേ. അതെ അതെ, ഈ മണലെടുക്കുന്ന ഇത്ര ഈ ഹൈറ്റില് വെള്ളമുണ്ട്. നമ്മളിപ്പോ നിൽക്കുന്ന ഹൈറ്റിൽ വെള്ളം ഉണ്ടായിരുന്നു. കണ്ടോ, ഈ കുഴി ഉണ്ട്, ഈ കുഴി ഫുള്ള് വെള്ളമായിരുന്നു. ഇപ്പൊ വെള്ളമില്ല. ഞാൻ അങ്ങ് വരെ പോവാണ്. കാരണം നമ്മുടെ ചെക്കൻ പക്കൂർ അവിടെ നിൽക്കുകയാണ്. ഞാൻ കാണിച്ചില്ല അവിടെ ഞാൻ പോകുമ്പോ എത്രമാത്രം സ്മോൾ ആണ് ഞാൻ. ഇപ്പൊ അവിടെ നിൽക്കുകയാണ്. ആ ഹൈറ്റിൽ വെള്ളം കയറുന്നതാണ്. ഇപ്പൊ വെള്ളമില്ല, കാണാം. ഫുള്ള് ഇവിടെ പച്ച പരവതാനം പിടിച്ച ഇത് പോച്ചയല്ല, അല്ലാതെ ചെറിയ ചെടിയാണ്. നൈസായിട്ട് ഇപ്പോൾ ഉണ്ട്, അധികം കിളിക്കത്തുമില്ല. ഇങ്ങനെ നിന്നോളൂ. പക്കൂർ പറഞ്ഞാൽ ചെറിയൊരു സ്വിറ്റ്സർലാൻഡ് വൈബ് ഉണ്ട്. നൈസ്. ഞാൻ ഓടി വന്ന്, അതാണ് ചെറിയ ഹൈപ്പ്. പക്ഷെ ഇവിടെ നോക്കി ഇറങ്ങണം കേട്ടോ, വീഴാനുള്ള ചാൻസ് ഉണ്ട്. അടിയിലെല്ലാം പാറയാണ്, പച്ച വെള്ളം പോലെ ഇങ്ങനെ പായലിന്റെയാണ് അടിയിൽ. അങ്ങോട്ട് ഇതേപോലെ നീണ്ട് കിടക്കുകയാണ്. കുറെ ഉണ്ട് എർത്ത് ഡാം വരെ. പക്ഷെ ഇവിടുന്ന് ബോട്ടിംഗ് ഇല്ല, കാരണം വെള്ളം അളവ് കുറവാണ്. അങ്ങോട്ടൊക്കെ ഉണ്ട്. മണ്ടിലാണ് കയറി നിൽക്കുന്നത്. നല്ല കാഴ്ചയാണ്, നല്ലൊരു വ്യൂ ആണ്. ഫുള്ള് നാല് ചുറ്റും കാട്, ഫുള്ളും കാട്. പക്ഷേ ഇവിടെ ആരും വരത്തില്ല, അധികം വരത്തില്ല. കാരണം വന്നാൽ അറിയാലോ, പൊല്യൂഷൻ, പ്ലാസ്റ്റിക് കൊണ്ടുവരും. കൊണ്ട് ഇപ്പോഴും കുറച്ചൊക്കെ ഉണ്ട്, അങ്ങനെ ആരും ഇങ്ങോട്ട് വരത്തില്ല. എന്തൊക്കെയോ സൗണ്ടൊക്കെ കേൾക്കുന്നു, വല്ല കാട്ടുപോത്തമാണോ അറിയില്ല. നമുക്കിനി മീൻ പിടിക്കുന്ന കാഴ്ചകളിലേക്ക് പോകണം. പക്ഷെ കുറച്ച് ഈ വ്യൂ കണ്ടിട്ട് പോവാം. അങ്ങോട്ട് കുറച്ച് ക്ലിപ്സൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓ ചൂടുണ്ട് ഗൈസ്, കൊള്ളാം അല്ലേടാ? അതെ അതെ. നമ്മളിപ്പോൾ ഒരു കാര്യം നോട്ടീസ് ചെയ്ത് ഗൈസ്, ഞാനല്ല പക്കൂട കണ്ട് മനസ്സിലായ കാട്ടുപോത്തിൻ്റെ കാൽപ്പാടാണിത്. അതായത് കാട്ടുപോത്ത് ഇവിടെ വന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. കാട്ടുപോത്തിൻ്റെ കാര്യം ഞങ്ങൾക്കറിയാം, കാരണം ഞാൻ നേരിട്ട് ഞാൻ ഇവിടെ നിൽക്കുന്നെങ്കിൽ കാട്ടുപോത്തൊരു ജസ്റ്റ് അങ്ങോട്ട് കാണിച്ചേ, ജസ്റ്റ് അങ്ങോട്ട് വേണ്ടി കാട്ടുപോത്ത് നിന്നിട്ടുണ്ട്. അവിടെ നിന്ന് ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ഈ കാട്ടുപോത്തെന്ന് വെച്ചാലേ സൈലൻ്റായിട്ട്, ഇവിടെ ഇപ്പോൾ നമ്മുടെ ബാക്കി ഉണ്ടെന്ന് വെച്ചോ, സൈലൻ്റായിട്ട് നിൽക്കും. മേ ബി അറ്റാക്ക് ചെയ്യാം, ചിലപ്പോൾ ചെയ്തില്ല, അറിയാലോ. ദിസ് ഇസ് വൈൽഡ് ഏരിയ, ഭയങ്കര ഡേഞ്ചറാണ്. ഞങ്ങൾ ടൗണിലെ ഭാഗത്തായിട്ട് വന്ന കുറച്ച് പയ്യന്മാരെയൊക്കെ കാട്ടുപോത്ത് കുത്തി ഇടിച്ചിട്ടുണ്ട്. നമ്മുടെ അറിയാവുന്ന പയ്യന് നട്ടലൊക്കെ ഡാമേജ് ആയിട്ടുണ്ട്. ശരി, ഇപ്പോൾ ഓക്കെയാണ്, ഭാഗ്യം കൊണ്ടൊന്നും പറ്റിയില്ല. സോ ഇറ്റ്സ് ടു ഡേഞ്ചർ ഹിയർ. ആൾക്കാരൊക്കെ മീൻ പിടിക്കുന്ന ആൾക്കാരൊക്കെ അവിടെ നിന്ന് വരുന്നുണ്ട്. കണ്ടോ, ഇവിടുത്തെ റെസിഡൻസ് ലോക്കൽ ടീംസൊക്കെ ഇവിടെ വന്ന് മീൻ പിടിക്കുന്ന അവർക്കറിയാം, സ്ഥലങ്ങളൊക്കെ അറിയാം. സോ കുഴപ്പമില്ല. പക്ഷേ എന്നാലും പ്രശ്നമാണ് ഇവിടെ. നമുക്ക് പോവാം. ഭൂമിയിൽ ഇതേപോലെ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് കേരളത്തിൽ മാത്രം. അതെ അതെ,
സോ നമ്മളിത് തിരിച്ച് അവന്മാരുടെ അടുത്തേക്ക് പോവാണ് ഗൈസ്. കാരണം ഇവിടെ പെട്ടെന്ന് ഇരുട്ടും. ഇവിടെ ഇരുട്ടിയാൽ പിന്നെ വഴി അറിയത്. നമ്മൾ മീൻ പിടിക്കാൻ വന്നിട്ട് മീൻ പിടിക്കാൻ അങ്ങനെ പോയിട്ടില്ല, പോകാൻ പോകുന്നേ ഉള്ളൂ. അതെ, പെട്ടെന്ന് എത്തണം. അവർക്ക് മീൻ കിട്ടിയെന്ന് തരാൻ നമുക്ക് അറിയില്ല. മീൻ ഇല്ലെങ്കിൽ നമുക്ക് കളിയാക്കാനുള്ളതാണ്. പോയിട്ട് എത്ര നേരമായി സാധനം ചൂണ്ടയും തീറ്റയൊക്കെ വാങ്ങിക്കൊണ്ട് പോയി. മീൻ കിട്ടിയില്ലെങ്കിൽ ഉള്ള പൈസ ലാഭം. പിന്നെ ഇതൊരു നമുക്കൊരു അങ്ങനെ പൈസ ഇല്ല അല്ലടാ, പൈസ അല്ല, നമ്മുടെ സ്ട്രെസ് റിലീഫും കാര്യങ്ങളൊക്കെ ആണ്. വീക്കെൻഡ് ഡേയ്സിൽ ഇന്ന് സൺഡേ ആണ്, വീക്കെൻഡ് ആണ്. സോ വീക്കെൻഡ് ആക്ടിവിറ്റി. വിശാലമായ ഏരിയ. ഇവിടെ ഒരു മരം ഉണ്ട് കണ്ടോ, നൈസ് ഏരിയ ആണ് ആ മരം. മരത്തിൻ്റെ താഴെ കല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു വൈബ് സ്പോട്ട് തന്നെയാണ് കഴിച്ചത്. പക്ഷേ ഇത് ആർക്കും അറിയത്തില്ല, ഇവിടെ ഉള്ളവർക്ക് മാത്രമേ ഇത് അറിയൂ. ആണ് ഇതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് അധികം പ്ലാസ്റ്റിക്കോ അങ്ങനെ വേസ്റ്റോ അങ്ങനെയുള്ള എൻവയോൺമെൻറ്റ് പൊല്യൂഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നും ഇവിടില്ല. തൊണ്ട പറ്റി ഗൈസ്. നല്ലൊരു വൈബ് സ്പോട്ട് തന്നെയാണ് ഗൈസ് ഇത്. ആ മരമൊക്കെ കണ്ടോ, നൈസാണ്. ആ മരമൊക്കെ നൈസ് സ്പോട്ടാണ്. പക്ഷേ ആർക്കും അറിയത്തില്ല, ഇവിടെയുള്ള ആൾക്കാർക്ക് മാത്രം ഇതിനെപ്പറ്റി വരുന്നുണ്ടെങ്കിൽ തന്നെ സൂക്ഷിച്ചു വരിക. അതെ, സൂക്ഷിക്കണം, ഡേഞ്ചറാണ്. ആർക്കും അറിയത്തില്ല. അവിടെ ഉണ്ടായ ആൾക്കാർ ഇവിടെ വന്ന് തുടങ്ങിയാൽ നേരിടുന്ന പ്രശ്നം എന്ന് വെച്ചാൽ പൊല്യൂഷനാണ് ഗൈസ്. പ്ലാസ്റ്റിക്കും കാര്യങ്ങളും എല്ലാം കൊണ്ട് ഇടും. ഭാഗ്യം കൊണ്ട് ആർക്കും അധികം അറിയത്തില്ല. സോ നോ വറീസ്, നമ്മൾക്ക് എൻജോയ് ചെയ്യാം, മീൻ പിടിക്കാം. അങ്ങനെ എല്ലായിടത്തും ഇതേപോലെ ചില ഹിഡൻ സ്പോട്ട് ഉണ്ട്, അറിയാലോ. അങ്ങനെ ആൾക്കാർ അറിയാത്ത, അവിടുത്തെ ലോക്കൽസിന് മാത്രം അറിയാവുന്ന സ്പോട്ടുണ്ട്. കണ്ടോ, കല്ലൊക്കെ ഉരുണ്ട് പോകുന്നുണ്ടോ, ഡേഞ്ചറാണ്. വീണ് പോയാൽ അങ്ങ് ഉരുണ്ടങ്ങ് പോവും. നിൽക്കാൻ ഗ്രിപ്പ് ഇട്ടത്തില്ല. ബക്രൂയെ കുരങ്ങ് കടിക്കോടേ? ഇല്ല, കുരങ്ങന്മാർക്ക് അറിയാം. അതാണ്ടാ ബക്രൂ പാടുകൂടോ, ലോക്കലാണ്. എൻ്റെ മണ്ടയിലൊക്കെ കുരങ്ങന്മാരുണ്ട് ഗൈസ്. നല്ല അടികൂടുവാണ്, കണ്ടില്ലേ? ലെറ്റ്സ് ഗോ. നമ്മളിവിടെ ആരോ മീൻ പിടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. നമുക്ക് കാണാം. നേരത്തെ പോയ നേരത്തെ പയ്യനാണോ അത്? ആരാണെന്നറിയില്ല. കണ്ടോട്ടെക്കെ സ്കൂൾ അടച്ചപ്പോൾ ഉള്ള വിനോദമായിരുന്നു മീൻ പിടിക്കൽ. അതെ, ലെറ്റ്സ് ഗോ. പക്കൂടെ മുതും ചൊറിഞ്ഞു പോകുന്നു. സോ നമുക്ക് നമ്മുടെ പയ്യന്മാരുടെ അടുത്തേക്ക് പോകാം. കുറേ ആയി, ഇനി കുറച്ച് അങ്ങനൊരു 200 മീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ. അവന്മാരും നമ്മളും ഡിസ്റ്റൻസ്. ഐ മീൻ ഇൻ ബിറ്റ്വീൻ ആണ് ഈ ചെറിയ ഫോറസ്റ്റ് ഏരിയ. ഐ മീൻ പാർട്ട് ഓഫ് ദ ഫോറസ്റ്റ് ഏരിയ എന്ന് പറയണല്ലോ. സൈഡ് വൈൽഡ് ലൈഫ് ഇങ്ങനെ കിടക്കല്ലേ. വേണ്ട, ഇവിടം വരെ വെള്ളം പൊങ്ങി കിടക്കുമായിരുന്നു ഗൈസ്. ഇപ്പോൾ കണ്ട അത്രേ കുഴി. സോ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. മക്കളുണ്ട്, ഇവിടെ ഉണ്ട്. നമ്മുടെ പയ്യന്മാരോട് നിന്ന് മീൻ പിടിക്കുന്നുണ്ട്. അവരെ ഉണ്ടാടാ, വേറെ ആൾക്കാരൊക്കെ ഉണ്ട് ഗൈസ്. ഉണ്ടോന്ന് അറിയില്ല. അവരില്ലേ അവിടെ? അതെ, അവരവിടെ കാണും. അങ്ങോട്ട് സ്ഥലമായിരിക്കും. കണ്ടില്ലേ, ആരൊക്കെ അവിടെ നിന്ന് കുളിക്കുന്നുണ്ട്. കുളിക്കുകയാണോ മീൻ പിടിക്കുകയാണോ? ഇതാണ് നമ്മുടെ മീൻ മൂട്, സ്വന്തം മീൻ മൂട്. കൊള്ളാല്ലേ, വൈബ് സ്പോട്ട്. കഴിഞ്ഞോട്ട് കാണുന്നുണ്ടോ? കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടുന്ന് ചൂണ്ട ഇട്ടത്. ഇവിടുന്ന് നമ്മൾ ചൂണ്ട ഇട്ടത്. അതായത് ഇവിടുന്ന് നമ്മൾ കഴിഞ്ഞോട്ടെ ഇവിടുന്ന് ചൂണ്ട ഇട്ടത്. അതായത് തൊട്ട് തല വെള്ളം, മനസ്സിലായില്ലേ? ഒരു നമ്മുടെ രണ്ട് കൈ നീളം. ഇപ്പം ഇങ്ങനെ വെള്ളം നല്ല കുറഞ്ഞു കേസ്. അങ്ങനെ കുളിക്കാനൊക്കെ ഇറങ്ങാം, പക്ഷേ താല്പര്യപ്പെടുന്നില്ല, അതുകൊണ്ട് ഇറങ്ങുന്നില്ല. ആൾക്കാരൊക്കെ മീൻ പിടിക്കാനൊക്കെ വന്നിട്ടുണ്ട്. മീൻ പിടിക്കാനൊക്കെ ആയിട്ട് വലയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. മീനെ കിട്ടിയാ? നമ്മളിപ്പം മീനെ കിട്ടിയാ? അങ്ങോട്ട് പോവാ, നമ്മളിപ്പോൾ അങ്ങോട്ട് പോവാണ്. എല്ലാം ഇവിടെ കിടപ്പുണ്ട്. ഇതിന്റെ ഒരു വീഡിയോ കിട്ടിയാ? അണ്ണാ കാണിച്ചണ്ണ. എന്താണ്? അതേ, ആൾക്കാർക്ക് ഇവിടെ മീൻ കിട്ടിയിട്ടുണ്ട്. പുറന്നേരാണോ വന്നിട്ട്? പുറന്നേരേ ഞങ്ങൾ നിങ്ങളുടെ ഉള്ളല്ലേ? അഞ്ചല ഇവിടെ വന്നാ? ബ്ലോഗ്സിനാണ് നമ്മളിവിടെ പോവാണോ? ഓക്കെ ബൈ. നമ്മുടെ പയ്യന്മാരെ കമ്പായിട്ട് എത്തിയിട്ടുണ്ടോ നമ്മുടെ പയ്യന്മാരെ? സോ അഞ്ചലെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒരു 18 കിലോമീറ്റർ അവിടെ ഉള്ള ആൾക്കാർ ഇവിടെ വന്ന് മീൻ പിടിക്കുന്നുണ്ട്, മനസ്സിലായില്ലേ? അങ്ങനെ ഒരു ഫിഷിംഗ് സ്പോട്ടാണ് കൊളത്തൂപ്പുഴയിലെ തെന്മല പോകുന്ന റൂട്ടിലുള്ള മീൻമൂട്. കൊളത്തൂപ്പുഴയിലെ മീൻമൂട്, തെന്മല, എർത്ത് ഡാമിന്റെ ഭാഗമാണ് ഇതെല്ലാം. കണ്ടില്ലേ, രസമല്ലേ? നേരത്തെ പോയമാരവരുടെ അവിടെ നമുക്കൊല്ലാം കിട്ടി, അവർക്ക് കിട്ടിയതാണ്ടാ. ഷൈയാണ് അവിടെ ഞങ്ങൾ അവിടെ പോയ വ്ലോഗ് എടുക്കുള്ളൂ. അങ്ങോട്ടാണ്, അവിടെ അങ്ങോട്ടെല്ലാം ഉണ്ട്. ഞങ്ങൾ വേറെ സ്ഥലത്ത് പോയിരുന്നു, അപ്പുറത്തെ സൈഡിൽ പോയി. അവിടെ എന്ത് വെള്ളം എന്നാ ഇവിടെ?
ഇവിടെ ആലോചിച്ച് ഇവിടെ നിന്ന് ഇപ്പോഴും അവിടെ ആഴമുണ്ട്. അത് ഇവിടം വരെ വെള്ളം ഉണ്ടായിരുന്നു. എൻ്റെ കൈ കാണുന്ന താഴെയുള്ള ഇവിടം വരെ വെള്ളം ഉണ്ടായിരുന്നു. കിണർ പോലെ വെള്ളമായിരുന്നു, ഡേഞ്ചറായിരുന്നു. എന്നിട്ട് ആൾക്കാർ ചാടി കുളിക്കുന്ന സ്പോട്ടും കൂടാ. പക്ഷേ നീന്താൻ അറിയണം. സോ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം, മീൻ പിടിക്കുന്ന സ്പോട്ടിലേക്ക് പോവാം. ഞങ്ങളെ ഒരുപാട് നടന്ന് ഇങ്ങനെ വന്നിട്ടുണ്ട്. കണ്ടോ സ്പോട്ട് കണ്ടോ ഗൈസ്, അങ്ങോട്ട് നീണ്ട് കിടക്കാം. ഇനി അങ്ങോട്ട് ഇതേപോലെ പോവാം. നമുക്ക് നടന്നാൽ അങ്ങ് ഈ അറ്റം പിടിച്ച് അങ്ങ് വരെ പോകാൻ പറ്റും. അമ്മ സ്പോട്ടാണ്. ആൾക്കാരെല്ലാം ഇവിടുന്ന് മീൻ പിടിക്കുന്നുണ്ട്. സോ ഇവന്മാർ ഇവിടുന്ന് മീൻ പിടിക്കുന്നു, നമ്മൾ അങ്ങോട്ട് പോകുന്നു. അച്ചു എത്ര കിട്ടി? മുത്തേ നമ്മൾ കുറെ വൈകിപ്പോയി. എത്ര കിട്ടി? 4 സ്രാവും കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ട്. അതെ, സ്രാവോ? ഇവിടെ സ്രാവോ? ഷറാവ് കിട്ടി. എവിടാ നമുക്ക് കിട്ടിയ മീൻ കണ്ടോ? നമുക്ക് കിട്ടിയ മീൻ നോക്കട്ടെ, കാണിക്കടാ. ആണാ, നമുക്ക് കിട്ടിയിട്ട് ഇത്രയുള്ള. മറ്റേ പിടിച്ചോണ്ട് പോയത് വലുതും. വേറെ ടീംസ് 5 എന്ന ടീംസ് ഒരു 2 ബൈക്കിലൊന്നും ചേട്ടന്മാർ ബക്കറ്റ് കൊണ്ടുപോയി. അത് ആ ചേട്ടന്മാര് പിടിച്ചല്ല, അല്ലേ? ചേട്ടന്മാര് പിടിച്ച ആണോ? അവര് പറഞ്ഞ അവര് പിടിച്ചെന്നാ കാണുന്നില്ലല്ലേ. ഇതാണ് ഗൈസ് നമുക്ക് കിട്ടിയ മീൻ. കാണുന്നുണ്ടോ? ഇവിടെ മൈദാമാവ് കുഴയ്ക്കാണ് മീൻ. അവിടെ എന്താ തീറ്റ? എന്താ പറഞ്ഞത്? ഇത് മൈദയാണ്. അല്ല, മീൻ നമ്മൾ തീറ്റ കൊടുക്കുന്നത്. ഇത് ചൂണ്ടൊക്കെ കുറിച്ച് ബെയ്റ്റ് തീറ്റ. ഇത് തിന്നാൻ മീൻ വരും, തൊണ്ടേ കുരുങ്ങും. എന്തുവിളിയാ അവിടെ ഉണ്ണി വേണം കിട്ടിയാടാ. ഉണ്ണി നീ പിടിച്ചെടുത്തേ. ഞാൻ എടുത്തടാ, അത് ഉണ്ണി പിടിച്ചാണത്. ശ്രീകുട്ടൻ ആരും പിടിച്ചു കയറ്റി ഓടാ, അവനെ ചൂണ്ടിട്ട് പിടിക്കേണ്ടി വരും. ഗൗരി നൈസ്. സോ ഗൈസ് ഇത്രയൊക്കെ ജോയിൻ ആയിട്ടുണ്ട്. നമ്മുടെ ബാക്കിൽ നോക്കിയാൽ തെമ്മല ഡാമിൽ നിന്നുള്ള ബോട്ടിങ്ങിനുള്ള ടീംസൊക്കെ പോകുന്നുണ്ട്. ബോട്ട് പോകുന്ന കാണാം. ബോട്ടാണ്. നമ്മുടെ പൈമാരി കമ്പട്ടി പിടിക്കുമ്പോൾ ഇവിടെ ഉണ്ടാ, ഇവിടെ റോഡിട്ട് ആൾക്കാർ കിട്ടുന്നില്ല. പക്ഷെ നമ്മുടെ കമ്പട്ടി പിടിക്കുന്നത് നമ്മുടെ ഉണ്ണിക്ക് കിട്ടുന്നുണ്ട്. 1.5 വർഷം മുമ്പുള്ള സ്റ്റിക്കിനകത്ത് കിട്ടിയിട്ടില്ല. ഇട്ടിട്ടുണ്ട്. ആണ്ടാ, പക്ഷെ പിടിച്ചിട്ടില്ല. അലച്ചോണ്ടായിരിക്കും കൊത്താത്തത് ഇത്ര നേരം. അവിടെ അടിയായി. സോ മീൻ പിടിക്കുന്നത് നമ്മുടെ പക്രു മീൻ കിട്ടി. പക്ഷെ ആ മീൻ താരെ പോയില്ലേ? കിട്ടി മുത്തേ. ക്യാമറ കാണിക്കും മുത്തേ. എനിക്ക് തോന്നുന്നത് അത് നമ്മളെ സ്രാവിന്റെ അനിയനാണ്. ചൂണ്ട കെട്ടിയത്. ബ്രോ ബീപ് ലൈൻ കട്ട്. ചക്കന് മീൻ കിട്ടി ഗൈസ്. കണ്ടാ, കാരണം മൈദാമാവ് ഇഷ്ടമുള്ള ടീംസ് ആണ് ഇതൊക്കെ. വീഴല്ലേ? പൊക്കല് വീഴുന്ന വെയിറ്റ് ചെയ്യാൻ നോക്കിക്കാണ്. ഓ ചടിക്കരുത്. നോക്കാം മീൻ കാണിക്കോ. നമ്മുടെ ചക്കന് മീൻ കിട്ടി. അങ്ങോട്ട്. ഇതാണ് മീൻ. പിടക്കണം. ഇതാണ് ഗൈസ് പിടക്കണ മീൻ. നോക്കി ഇറങ്ങാട്ടാ. ഇവരൊന്നും ഇവിടുത്തെ ആൾക്കാരല്ല, ചുമ്മാ വീക്കെൻഡ് വന്നതാണ്. നമ്മുടെ അവിടെ ലോക്കൽ ടീംസ് അവിടെ വലയിട്ട് പിടിക്കുന്നുണ്ട്. അവിടെ നിന്ന് മീൻ കാണാനും വാങ്ങാനും ഉള്ള ഉദ്ദേശത്തിൽ പോന്നു. തീരാതിരുന്ന വീണ നമ്മളൊക്കെ ചാടേണ്ടി വരും. അത്ര ഉണ്ട തീറ്റാണ് കൈസ് മൈദാമാവ്. നിങ്ങൾ ഈ മൈദാനിൽ ഇടുന്നേ? അതിന്റെ മേലെ ഇട്ടല്ലേ തോന്നി. സോറി കേട്ടോ, അത് കണ്ണിന് കാണത്തില്ല. അനന്തൂന് അവസാനം മീൻ കിട്ടി. ഞാൻ വീഴുന്നതൊക്കെ നീ എടുത്തു. ഇല്ലടാ, നീ വീഴും എന്തോ സൗണ്ട് കേട്ട് വീണിട്ടാ ഞാൻ എടുത്തത്. അങ്ങനെ പയ്യന്മാരെല്ലാം മീൻ പിടിക്കാണ്. ഞാൻ സച്ച് ഇവിടെ. എന്താ ഉണ്ണി അച്ഛൻ മരിക്കണ്ട. അച്ഛൻ അവിടെ കല്ല് തിട്ട. കല്ലൊന്നും കാണിക്കല്ലേ മയിലെ, നാളെ ഫോറസ്റ്റുകാരെന്നെ കൊണ്ട്. പീസ്ഫുൾ ആയിട്ടുള്ള ഏരിയ. ശ്രീകുട്ട ആ കുപ്പി അങ്ങ് എടുത്തു പറഞ്ഞ. നല്ല നീളം, നല്ല കിട്ടിയ വെയിറ്റ് ഉണ്ട് ഓർഡർ. ചൂണ്ടും ഇതും കൂടെ കൊടുക്കണം. ഓ അവിടെ പരുന്തുകള് പോയാടാ. പരുന്തോടെ ഒരു മീനെ കൊണ്ട് റാഞ്ചി കൊണ്ട് ഇവിടുന്ന് കൊണ്ട് ഇട്ട്. പക്ഷെ അത് കിട്ടിയിട്ടില്ല. അതിന്
വലുതേറുമ്പോ വലുതായിട്ട് രണ്ടു ദിവസം ഫുഡായി. നല്ല മണി അടിക്കും. വട്ടമിട്ട് കാണുന്നുണ്ട് തറ കിടന്ന് മീൻ എടുക്കാൻ വേണ്ടി. കൊണ്ടൊരു പരുന്ന് പോകുന്നുണ്ട്. ആ പരുന്നമ്മ അടിയായി. അവിടെ അടിയായി അവിടെ അടിയായി ഗൈസ്. അവിടെ അടിയായി. പുലി എവിടെ കിട്ടിയ? നമ്മൾ വന്ന വഴിക്കാണ് പുലിയെ കിട്ടിയത്. വെൽക്കം ടു ശെന്തുണ്ണി വൈൽഡ് ലൈഫ് ഏരിയ. അച്ചു ഉണ്ണി അഞ്ചേട്ടൻ്റെ മത്സരിച്ച് മീന് തീറ്റി കൊടുക്കുന്നു. തീറ്റി കൊടുക്കുന്നു. അനന്ത് വന്ന് ഇതേപോലെ നിൽക്കുന്ന ഒരു ഷോട്ട് ഉണ്ടായിരുന്നില്ല പണ്ട്. ഇതേ പോസായിരുന്നു. ഇതാണ് ശെന്തുണ്ണി വൈൽഡ് ലൈഫ് ഏരിയ. അന്ന് ഈ പെണ്ടികളെല്ലാം കൂടി അപ്പൂസ് ചെവിക്കാനുള്ള വെള്ളം തള്ളിയിട്ടല്ലേ പോടാ. നീന്തറിഞ്ഞോ നിങ്ങൾക്ക്? എനിക്ക് ഒരിക്കലും ഒന്നും അറിയത്തില്ലായിരുന്നു. ലൈൻ കട്ട് ഇതിനകത്താ അവിടെ ഗോളി തന്നെ പിടിച്ച് കയറ്റി ഇവന്മാര് തള്ളിയിട്ട്. നിങ്ങൾ പ്രാന്ത അഖിലേഷ് ഉണ്ടല്ലോ പ്രാന്തൻ. ഇവിടെ ഗ്യാങ് ആയിട്ടൊക്കെ വന്ന് വൈബ് പിടിക്കാൻ സൂപ്പർ സ്പോട്ടാണ് മീൻ പിടിക്കാനൊക്കെ. പക്ഷെ ഇപ്പൊ ഇവ അവരൊക്കെ ഉച്ചയ്ക്ക് 2 മണിക്ക് വന്നത്. 2 മണിക്ക് ഇവിടെ മാട്ട വെയില. അവിടെയൊക്കെ ലോക്കൽസ് പിടിക്കുന്നുണ്ട്. നമ്മളങ്ങനെ ഒരാട് തുഴഞ്ഞു വരുന്നതല്ല എത്തിയോ ഉള്ളോ. അവർ മണിക്കൂർ ഒരെണ്ണം കിട്ടി, ഇവനൊന്നും കിട്ടിയിട്ടില്ല. തങ്കൂസ് പോയി. കമ്പലിലും നേരെ കെട്ടുപോയി. അങ്ങനെ ദൂരോട്ട് പോയി ടീം അവസാനം വരുന്നുണ്ട്. വൈബ് സ്പെൻഡ് ചെയ്തിട്ട് പോകുന്നു. ഉണ്ണിടാ മീന് തീറ്റ കൊടുക്കാതെ വലിച്ചെടുക്കടാ ഉണ്ണി. വായി വിരലിട്ട് ഛർദിപ്പിക്ക്. ഉണ്ണി പിടിക്കുന്ന മീനെല്ലാം ചത്തു പൊങ്ങി കിടക്കുന്നുണ്ട്. എല്ലാം വെള്ളത്തിൽ തന്നെയാ. ചെറുതിന് തരാ പിടി കുപ്പിയിട്. മാവിട്ടിട്ടാ മതി. കൊമ്പ എടുത്തു ശില്പം കുറെ നേരം ഈ നിൽപ്പ. നീ പാന്റ് ഇട്ടോണ്ടല്ലേ വന്ന്. ആ പാന്റ് ഇട്ടിരുന്നപ്പോ ഒരു മീനെ കിട്ടിയായിരുന്നു. നിക്കറിട്ടപ്പോ ഒരു പറയും കിട്ടിയില്ല. സമയം കിട്ടുന്നില്ല. മീനൊക്കെ എന്തുവാടെ ശ്രീകുട്ട അതിന്റെ ഇടയില് കുരിക്കാൻ വന്നത് മരിച്ചിരിക്കും. മീൻ പിടിക്കുമ്പോ അരക്കരുത്. എന്തൊക്കെ അഭിപ്രായം കാര്യങ്ങളൊക്കെയാണ് എല്ലാവരും. ഉച്ചക്ക് വെയിലുണ്ടെങ്കിലേ മീൻ വരത്തുള്ളൂ. എല്ലാരും അവിടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ പറയാം. സച്ച് വെറുതെ ഇരിക്കുന്നു ഇവിടെ. മീൻ പറ. മീനാ മീനിട്ട് മീനെ പിടിക്കുന്നു. അത് ലൈവിലിട്ട് നമുക്ക് നഷ്ടം അടുത്ത കാണിക്കടാ. അതൊക്കെ വാങ്ങിക്കണ്ട നിങ്ങൾ. എന്താ ഇത് ലൈവ് എടുത്ത് കൊടുക്കട്ടെ. നോക്കുന്നു മരുന്ന് അവിടെ വരെ പോകുന്നുള്ളൂ. അത്ര നീളല്ല വള്ളിക്കുള്ളൂ. അടിച്ചടിച്ചെന്നെ മോന്തയ്ക്ക് അടിക്കല്ലേ. സ്കോറിങ് ചെറുക്കൻ സ്കോറിങ് പക്ഷെ അവനെല്ലാം ഒരു അത് പക്കുണെന്ന് പോയി കേസ്. എടാ അതിനെ ചുരണ്ട എടുത്ത് അവനെ മറക്കാൻ പറ്റൊന്നുമില്ല. ഫ്രഞ്ച് ഫ്രൈസ് പോലെ കൈയിട്ട് തീറ്റയോടെ എടുത്ത് ഇതിട്ട് ഇനി ഒന്നുകൂടെ പിടിക്കും. വായില് വിരലിട്ട് ഛർദിപ്പിച്ചിട്ട് അത് തന്നെ എടുത്ത് അടുത്ത മീന് ഒറ്റ തീറ്റയിലാണ് ഉണ്ണി ഇത്രയും മീനെ പിടിക്കുന്നത്. ഇതില് 3/4 മീൻ ഉണ്ണി പിടിച്ചായിരിക്കും. അടുത്തന്നെ ഒരു ഷോട്ടില് 3 മീനാ കിട്ടിയേക്കുന്നത്. അതാ ഒരു ഷോട്ട് 3 മീനാ. ആ ഷോട്ട് മറ്റേ മീന്റെ വായിന്ന് തീറ്റ എടുത്താ ഇതിനെ പിടിച്ച തമാശല്ല. നീ കൊല്ലം തന്നെ മെയില് പ്രോപ്പർ കൊല്ലം ഫോറി. ഇനി അതിന്ന് ചൂണ്ട മീനെടുത്ത് തീറ്റ മെഴുകിക്കളഞ്ഞ കീറിട്ട് എടുത്താലോ.
അങ്ങനെ വലയിടാൻ വേണ്ടി പോവാണ് ഗൈസ്. ഇന്നൊരു വലയിട്ട് നാളെ എടുക്കും. ഇവിടുത്തെ ലോക്കൽസ് ആണ്. ഞാൻ മുന്നേ കാണിച്ച തടി വെച്ചുള്ള വള്ളം അതിലാണ് അവർ പോകുന്നത്. ചങ്ങാടം, അതെ ചങ്ങാടത്തിലാണ് അവർ പോകുന്നത്. ആ തടി വെച്ചുള്ള വള്ളം ചങ്ങാടം, സോറിടാ. അതങ്ങ് വലയിടും. കുട്ടിയാണത്. കരിമീൻ്റെ കുട്ടി നമുക്ക് ഇട്ടുണ്ട്. ബുള്ളുണ്ട് നോക്കി പിടി. അങ്ങനെ കരിമീൻ്റെ കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. കാണുന്നുണ്ടോ?